കൃത്യം ഇന്നലെയും മഞ്ഞാന്നും 10 മണിയാവുമ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇന്ന് വേഗം നിർത്തണമെന്നുണ്ടായിരുന്നു, നാളെ റാലി ഉള്ളത് കൊണ്ട്. പക്ഷേ സമയം 10 അടുത്തിട്ടുണ്ട്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തൊട്ടാകെ പാടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെ വരെ അയാത്താക്കുന്ന പലരുമുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മുടെ നൗഷാദ് സുബ്ഹാനല്ലാഹ്, രാവിലെ ഞാൻ സുബഹി നിസ്കാരത്തിന് ഇങ്ങനെ ഉദു എടുക്കാൻ വേണ്ടി വരുമ്പോൾ നൗഷാദ് ഇങ്ങനെ വരുന്നുണ്ട്. അയാൾ പറഞ്ഞ് രാത്രി മുഴുവനും പള്ളിയുടെ ലൈറ്റ് ഇട്ട് ഇപ്പോഴാണ് കഴിഞ്ഞത് എന്ന്. അവരെ കൂടെ പല ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ പല നാടുകളിൽ പോയാലും ലൈറ്റിങ്സ് കൊണ്ട് മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുന്ന എത്രയോ മജ്ലിസുകൾ ഉണ്ടാക്കുന്ന ഇതൊക്കെയും മുത്തുനബിയുടെ സ്നേഹമാണ്. ഒരൊറ്റ സംഭവം നിങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുന്ന ഈ സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ചരിത്രം ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം. ദുആയിലേക്ക് പ്രവേശിക്കാം. 10 മണിക്ക് മുമ്പ് അവസാനിപ്പിക്കാം. ഒരു യഹൂദിയായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എല്ലാ ശനിയാഴ്ചയും തൗറാത്ത് മറിച്ചു നോക്കാറുണ്ട്. തൗറാത്ത് മറിച്ചു നോക്കുമ്പോൾ തൗറാത്തിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് തൗറാത്തിൽ കാണുമ്പോൾ ആ പേജ് അയാൾ അവിടെ നിന്ന് കീറിയെടുക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, പിറ്റേത്തെ ശനിയാഴ്ചയും തൗറാത്ത് ഇങ്ങനെ വായിച്ചിങ്ങനെ പോകുമ്പോൾ അതാ അഹമ്മദ് അല്ലെങ്കിൽ സയ്യിദുനാ മുഹമ്മദ് പല രീതിയിലും തൗറാത്തിൽ മുത്തുനബിയുടെ പേരുണ്ട്. ആ പേര് കാണുമ്പോൾ വീണ്ടും കടലാസ് കീറുന്നു. അങ്ങനെ പല ശനിയാഴ്ചയും കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ദിവസം ചിന്തിച്ചു, ഈ തൗറാത്ത് മുഴുവനും ഞാൻ പറിച്ചെടുക്കേണ്ടി വരില്ലേ? മുത്തുനബിയുടെ പേര് പറയാത്ത, മുത്തുനബിയുടെ മദ്ഹ് പറയാത്ത പേജുകൾ ഇതിലില്ലല്ലോ. ആരാണ് മുഹമ്മദ്? മുഹമ്മദ്? ആ മുഹമ്മദിനെ പഠിക്കണം, ആ മുഹമ്മദിനെ അറിയണമെന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള പലരെയും അന്വേഷിച്ചു. യഹൂദികളുടെ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ഫാദർമാർ, അവർ പണ്ട് മുതലേ മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടും മതത്തിനോടും വലിയ വൈരാഗ്യമുള്ള ആളുകളാ. അവർ പറഞ്ഞു, കദ്ദാബൂൻ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വല്ലാതെ കളവ് പറയുന്നവരാണ്. മുഹമ്മദ് എന്ന് പറയുന്നവർ ഒരു നേതാവാണ്, പക്ഷെ വലിയ കളവ് പറയുന്ന വഞ്ചകനാണെന്നൊക്കെ പറഞ്ഞാലും ആ കളവ് പറയുന്ന വഞ്ചകനായ ഒരു മനുഷ്യന് തൗറാത്ത് എന്ത് മദ്ഹ് പറഞ്ഞു? ഇല്ല, എനിക്ക് പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മനുഷ്യനതാ മദീനയിലേക്ക് പുറപ്പെടുന്നു. മുത്തുനബിയുടെ ജീവിതകാലത്തിലാണ് ഈ സംഭവം. മദീനയിലേക്ക് പുറപ്പെട്ടുകൊണ്ട് മദീനയിലേക്ക് എത്തിയപ്പോൾ ആദ്യം കണ്ടത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഏറ്റവും ചന്തമുള്ള, ഏറ്റവും ഭംഗിയുള്ള, മുത്തുനബിയോട് സാദൃശ്യമുള്ളൊരു സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി. ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവിടുന്ന് ഈ മനുഷ്യൻ, യഹൂദിയായ മനുഷ്യൻ, മുത്തുനബിയുടെ എല്ലാ സ്വഭാവങ്ങളും കണ്ടിട്ടുണ്ട്, അവിടുന്ന് പഠിച്ചിട്ടുണ്ട്, തൗറാത്ത് വായിച്ചിട്ടുണ്ട്. അതാ അവിടുന്ന് ചോദിച്ചു പോയി, അന്ത മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദാണോ? സുബ്ഹാനല്ലാഹ്, മദീനയ്ക്ക് എത്തിയിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങളെ കണ്ടതാണ്. നിങ്ങൾ മുഹമ്മദാണോ എന്ന് ചോദിച്ചപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ സംസാരിക്കുന്നില്ല, പൊട്ടി കരയുകയാണ്. ഈ കരച്ചലോടുകൂടി ഈ മനുഷ്യന്റെ കയ്യും പിടിച്ച് മദീനത്തെ പള്ളിയിലേക്കാണ് പോകുന്നത്. ആരാണ് നബിയെന്ന്, ആരാണ് മുഹമ്മദ് എന്ന്, ഞാൻ മുഹമ്മദിന്റെ അനുയായി എന്ന് ഒന്നും പറയാതെ ഈ സ്വഹാബി അതാ ഈ യഹൂദിയുടെ കയ്യും പിടിച്ച് മദീന പള്ളിയിലേക്ക് കയറുമ്പോൾ മദീനയിൽ ക്ലാസ് നടക്കുകയാണ്. എത്രയോ സ്വഹാബികൾ ഇരുന്നിട്ടുണ്ട്. മുത്തുനബി അവിടെയുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഈ യഹൂദി ഉള്ളത്. മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ പേര് വിളിച്ചു. മദീനയിലുള്ള സ്വഹാബികളെല്ലാം നോക്കുകയാണ്. പരിചയമില്ലാത്തൊരു യഹൂദി ഇന്ന് വന്നിട്ടുണ്ടല്ലോ, ഇതാരാ? മുത്തുനബിയുടെ മേൽ സലാം പറഞ്ഞ് കടന്നു വരുന്നുണ്ടല്ലോ. ആ മദീനയിലുള്ള സ്വഹാബികളൊക്കെ പൊട്ടി കരയാൻ തുടങ്ങി.
എന്താണ് സംഭവം? സൽമാനുൽ ഫാരിസി തങ്ങളും കരഞ്ഞിട്ടുണ്ട്. ഈ സ്വഹാബികളെല്ലാം കരയാൻ തുടങ്ങിയപ്പോ ഈ മനുഷ്യൻ അതാ എന്തും അറിയാതെ ഇങ്ങനെ ആഹ്ലാദത്തോടെ വിഷമത്തോടെ പ്രയാസത്തോടെ ചോദിക്കുന്നു, നിങ്ങളൊക്കെ കരയുന്നത് എന്താ? അവിടെന്ന് പറഞ്ഞത് സ്വഹാബികളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടത്തെ കയ്യും പിടിച്ച് പറഞ്ഞു, നിങ്ങളാരാ? ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് വരുന്നത്, മുഹമ്മദ് എന്ന പ്രവാചകനെ കാണാൻ വരുന്നത്, അവരെ കൊണ്ട് വിശ്വസിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, ഇല്ല, മുഹമ്മദ് നബി തങ്ങൾ 3 ദിവസമായി ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. മുത്തുനബിയുടെ വഫാത്തും വല്ലാത്ത വേദനയാണ്. മുത്തുനബിയുടെ വഫാത്തിന്റെ ചരിത്രവും ഞങ്ങൾക്ക് വേദനയാണ്. ഈ ലോകത്തോടെ മുത്തുനബി ഇല്ലാത്ത ഈ വെളിച്ചം ഇത്രയും വെളിച്ചമാണെങ്കിൽ ആ മദീനക്ക് പോയവരുണ്ടാകൂലേ? ഇന്ന് മദീനക്ക് പോയാൽ എന്തൊരു വെളിച്ചമാണ്! ഇന്ന് മദീന എന്തൊരു വെളിച്ചമാണ്! എൻ്റെ കൂട്ടുകാരനായ മാച്ചാർ ഉസ്താദ് ഈ ഇടയ്ക്ക് മദീന യാത്ര ചെയ്തപ്പോൾ മദീനയിൽ ഒരു റിക്ഷക്കാരൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞത്ര എന്തൊരു ഭംഗിയാണ് മദീന, എന്തൊരു വെളിച്ചമാണ് മദീന. പക്ഷേ 1400 കൊല്ലം മുമ്പ് മുത്തുനബി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം എത്രയായിരിക്കാം? ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, മുത്തുനബി വഫാത്തായ അന്ന് മദീന മൊത്തം ഇരുട്ടായി, വെളിച്ചമെല്ലാം കെട്ടതുപോലെയാണ്. പിന്നീട് ആ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ വന്ന യഹൂദി പൊട്ടി കരയാൻ തുടങ്ങി. എന്തൊരു നഷ്ടമാണ്, എന്തൊരു ആഹ്ലാദമാണ്, എന്തൊരു വിഷമമാണ്! ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഇതാ മുത്തുനബിയെ കാണാൻ വന്നിട്ട് മുത്തുനബി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ആരെങ്കിലും മുത്തുനബിയുടെ കുടുംബത്തിൽപ്പെട്ടവർ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ച് അലിയാർ തങ്ങൾ മുമ്പിൽ വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, മുത്തുനബി ധരിച്ച, മുത്തുനബി ഉപയോഗിച്ച വല്ല വസ്തുക്കളും മുമ്പിലുണ്ടോ? ഒരു സ്വഹാബി അയച്ച് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മുത്തുനബി ധരിച്ച വസ്ത്രം കൊണ്ടുവന്നു. അതിങ്ങനെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് പറയുന്നു, ഈ യഹൂദി എന്തൊരു മണമാണ്, എന്തൊരു സുഗന്ധമാണ്! ഈ വഫാത്തായി പോയ 3 ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തായ മുത്തുനബിയുടെ വസ്ത്രത്തിന് ഇത്ര സുഗന്ധമുണ്ടെങ്കിൽ ആ മുത്തുനബിക്ക് എത്ര സുഗന്ധമായിരിക്കാം! ഇനി ജീവിച്ചിട്ട് എനിക്ക് കാര്യമില്ല. എൻ്റെ ഈമാൻ, എൻ്റെ ഇസ്ലാം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ റൂഹ് പിടിക്കണേ എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ റൗളാ ഷരീഫിന്റെ മുമ്പിൽ വെച്ച് വഫാത്താകുന്നു. നിസ്കരിച്ചില്ല, നോമ്പെടുത്തിട്ടില്ല, സൽക്കർമ്മങ്ങളൊന്നുമില്ല. മനസ്സിൽ ഈമാൻ കയറി, മുത്തുനബിയോടുള്ള സ്നേഹം കയറി. അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? മുത്തുനബിയുടെ ചാരത്ത് വെച്ച്, അവിടുത്തെ ഹദറത്തിൽ വെച്ച് മരണപ്പെടുകയും ഈമാൻ കിട്ടി മരണപ്പെട്ടതിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അള്ളാഹുവേ, ഞങ്ങൾക്കും അതാണ് വേണ്ടത്. ഈ സദസ്സുകളൊക്കെ അതിനു വേണ്ടിയാണ്. റബ്ബേ, ഞങ്ങളെ മരണം നീ നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. കാമിലായ ഈമാനോട് കൂടി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മുത്തായ മുത്തു ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള മനസ്സോ അതിനുള്ള തടിയോ അതിനുള്ള ശരീരമോ ഞങ്ങളുടേതല്ല. പക്ഷേ ഇത്രത്തുള്ള സദസ്സുകൾ ഒരുക്കിയതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും നീ മുത്തുനബിയെ കാണിച്ചു തരണേ അല്ലാഹ്. മരിക്കുന്നതിൻ്റെ മുമ്പ് മദീനയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഖസീദത്തുൽ ബുർദ പാടിയ മജ്ലിസാണ് റബ്ബേ, നീ